സിനിമാ സമരം നടത്തുന്നതിൽ പുനരാലോചന നടത്താൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആലോചിക്കുന്നു. സമരം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. സംഘടനയ്ക്കുള്ളിൽ തന്നെ എതിർപ്പുയർന്നതോടെയാണ് ഈ പുതിയ നീക്കം. അതിനിടെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെ വിമർശിച്ച നിർമ്മാതാവ് സിയാദ് കോക്കർ രംഗത്ത് വന്നു. പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചത് ശരിയായില്ലെന്ന സിയാദ് കോക്കർ കുറ്റപ്പെടുത്തി. ഞങ്ങൾ ഉദ്ദേശിച്ചത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്, ഇവരെ 3 സംഘടനകളുടെ എല്ലാവരും ഉണ്ടായിരിക്കും. എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇൻവൈറ്റ് ചെയ്ത പലരും വന്നിരുന്നു. അവർ റെപ്രസെന്റേറ്റീവ് എടുത്തേക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് എന്താണ് കാണിച്ചിട്ടുണ്ടായ ചെയ്തധികാരം നമുക്കറിയില്ല. എല്ലാവരും നല്ല സൗഹൃദമാണ്. ഞങ്ങളുടെയൊക്കെ അടുത്ത സുഹൃത്താണ്. എപ്പോൾ വേണമെങ്കിലും തെറ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അത് നേരിലാകണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ പ്രൊഡ്യൂസേഴ്സ് നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇറക്കുന്ന പടങ്ങളൊക്കെ തന്നെ ബോക്സ് ഓഫീസിൽ തകർന്നു വീഴുന്നു, പല ആളുകളും വഴിയാധാരമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നിൽക്കുകയാണ്. പറയൂ, അവരുടെ പുതിയ നീക്കം എന്താണ്? എസ്കൈൻ, വെരി ഗുഡ് മോർണിംഗ്. എസ്കൈൻ പറഞ്ഞതുപോലെ അവർ നേരിടുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. അതെല്ലാം തുറന്നു പറയാനും അതിലെ ഒരു പരിഹാരം കാണാനുമാണ് ഈ ഒരു സിനിമാ സമരം പ്രഖ്യാപനത്തിലേക്കൊക്കെ നിർമ്മാതാക്കളുടെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളുമൊക്കെ സംയുക്തമായി പോയത്. പക്ഷേ ആ സമര പ്രഖ്യാപനത്തിൽ ഒരു കൂടിയാലോചന ഉണ്ടായില്ല എന്നുള്ള വിമർശനമാണ് ഇന്നലെ ആന്റണി പെരുമ്പാവൂർ ഉന്നയിച്ചത്. അതിന് പിന്നാലെ ആന്റണി പെരുമ്പാവൂരിന് വലിയ പിന്തുണ ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇവിടെയെല്ലാം വലിയ പ്രശ്നമായി മാറിയത് ഈ സമര പ്രഖ്യാപനത്തിനുള്ള വാർത്താ സമ്മേളനത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റായ ജി സുരേഷ് കുമാർ പറഞ്ഞ ചില കാര്യങ്ങളാണ്. അത് ഒരു തരത്തിൽ വഴിവിട്ടുപോയ വിമർശനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വലിയ എതിർപ്പ് പല സംഘടനകളും ഉയർത്തിയതാണ്. എന്തായാലും ഇപ്പോൾ ഇന്നലെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഇതിലൊരു എതിർപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഒപ്പം അമ്മയും മറ്റ് ഫെഫ്കെ അടക്കമുള്ള മറ്റ് സംഘടനകളുമൊക്കെ സിനിമാ സമരത്തോട് അനുകൂലമായ പ്രതികരണം നടത്താത്ത സാഹചര്യത്തിലൊക്കെയാണ് ഒരു പുനരാലോചനയ്ക്ക് സംഘടന തയ്യാറാകുന്നത്. ഒരുപക്ഷെ ഈ സിനിമാ സമരം ഉപേക്ഷിക്കാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇന്ന് നിലവിലത്തെ എതിർപ്പിന്റെ സാഹചര്യത്തിൽ സിനിമാ സമരവുമായി മുന്നോട്ട് പോയാൽ അത് വിജയിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു വിലയിരുത്തൽ. വരും ദിവസം തന്നെ അധികം വൈകാതെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡി ചേരാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ സുരേഷ് കുമാർ അടക്കമുള്ള സംഘടനയുടെ പ്രതിനിധികൾ കേരളത്തിലില്ല. അവർ മറ്റ് ചില പരിപാടികളൊക്കെ പുറത്താണ്. അവർ തിരികെ എത്തിയാൽ ഉടനെ ഈ സിനിമാ സമരമൊക്കെ വീണ്ടും ഒന്നുകൂടി ആലോചിക്കാൻ ഒരു യോഗം ചേരും. അതിനിടെയാണ് സുരേഷ് കുമാറിന് പിന്തുണയുമായി നിർമ്മാതാവ് സിയാദ് കോക്കർ രംഗത്തെത്തിയിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ ഇന്നലെ സുരേഷ് കുമാറിനെതിരെ ഉന്നയിച്ച കാര്യങ്ങൾക്കെതിരെയാണ് സിയാദ് കോക്കറിന്റെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആന്റണിക്ക് അങ്ങനെ ഒരു വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ അത് സംഘടനയ്ക്കുള്ളിലായിരുന്നു പറയേണ്ടിയിരുന്നത്. കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിൽ, സിനിമാ സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ ആന്റണി പെരുമ്പാവൂരിനെയും വിളിച്ചതാണ്. പക്ഷേ അദ്ദേഹം യോഗത്തിൽ എത്തിയില്ല. യോഗത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ എതിർപ്പ് ആ യോഗത്തിൽ തന്നെ പറയാമായിരുന്നു. പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പരസ്യമായി ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്, ആരോപണങ്ങൾ പറയുന്നതൊന്നും ശരിയായി കാണുന്നില്ല. അതിൽ അദ്ദേഹത്തിന് എതിർപ്പുണ്ട് എന്നുള്ളതാണ് സിയാദ് കോക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സിനിമാ സമരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം സിനിമയിൽ വലിയ തർക്കങ്ങളിലേക്കാണ് പോകുന്നത്. ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് നിർമ്മാതാക്കളും കാണുന്നത്. എന്തായാലും അതിലൊരു അന്തിമ തീരുമാനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാറിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ള കാര്യം തുറന്നു മുഖത്തു നോക്കി പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹം എന്നും അവലംബിച്ചിട്ടുള്ളത്. വലിയ താരരാജാക്കന്മാരുടെ കാര്യമാണെങ്കിലും അത് പുറത്തു പറയാനൊന്നും അദ്ദേഹം മടിക്കുന്ന സ്വഭാവക്കാരല്ല. പലപ്പോഴും ഈ സൂപ്പർ സ്റ്റാറുകളെക്കുറിച്ചോ അല്ലെങ്കിൽ വലിയ നടന്മാരെക്കുറിച്ചോ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഭാവിയിൽ തങ്ങളുടെ അവസരം ഇല്ലാതാകുമോ എന്ന് ഭയക്കുന്ന ആളുകൾ ഒരുപാട് സിനിമയിലുണ്ട്. സിനിമയിൽ സ്തുതിപാഠകരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പരിധിവരെ വലിയ നടന്മാരെയൊക്കെ സ്തുതി പറഞ്ഞ് വീഴ്ത്താമെന്ന് വിശ്വസിക്കുന്ന ആളുകളും സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറം നിശ്ചിതമായി സംസാരിക്കുന്ന ഒരാളാണ് സുരേഷ് കുമാർ. ആന്റണി പെരുമ്പാവൂരാണെങ്കിലോ ഒരുപക്ഷെ ഒരു വിദേശ ചലച്ചിത്ര നിർമ്മാതാവിനെ പോലും അമ്പരപ്പിക്കുന്ന തലച്ചോറ് കയ്യിലുള്ള ഒരാളാണ്. അതായത് ഒരു വലിയ സിനിമ എടുത്ത് കാശ് കൈ പൊള്ളുമോ എന്നറിയാൻ വേണ്ടി ഒരു ചെറു സിനിമ എടുത്ത് അത് ലാഭത്തിൽ ഓടിച്ച അപൂർവ സാധ്യതയുള്ള പെരുമ്പാവൂർ നിന്ന് MP എടുത്ത ഒരാളാണ് എൻ്റെ ദൃഷ്ടിയിൽ ആന്റണി പെരുമ്പാവൂർ.